അപ്പോൾ നമ്മൾ ഇൻ്റൽ സാറ് AMD സാറും പുതിയ പ്രൊസസ്സറുകളൊക്കെ ഇറക്കാൻ പോകണമെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അതിനെപ്പറ്റി ഈ ഒരു വീഡിയോയിൽ യാതൊന്നും പറയുന്നില്ല. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ 75,000 രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല പൊന്നപ്പം പോലത്തെ ഒരു PC ആണ് പറയുന്നത്, ഒരു ഫുൾ PC സെറ്റപ്പാണ് പറയുന്നത്. ഇതെന്തായാലും ഇൻ്റൽ മാത്രം പറയുന്ന മോശമാണ്, അതുകൊണ്ട് റൈസനും കൂടെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത നല്ല ബിൽഡ് ചെയ്യാൻ പറ്റിയ നല്ല കിണ്ണം PC ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻ്റലിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇൻ്റൽ PC ബിൽഡിൽ ഇൻ്റലിൻ്റെ i5 12th ജനറേഷൻ 12400F എന്ന് പറയുന്ന 6 കോർ 12 ത്രെഡ് പ്രോസസ്സറാണ്. ഇതിൻ്റെ ബേസ് ഫ്രീക്വൻസി ഒക്കെ എന്നൊക്കെ പറയുന്നത് 2.50 GHz, ഇതിൻ്റെ ടെർബോ ഫ്രീക്വൻസി വരുന്നത് 4.40 GHz ആണ്. അപ്പോൾ ഇതെന്തായാലും F വരുന്ന പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഗ്രാഫിക്സ് ഒന്നും വരുന്നില്ല, ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് വരത്തില്ല, ഗ്രാഫിക്സ് കാർഡ് വെച്ചാലേ ഓൺ ആവുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു എയർ കൂളറോട് അതിനകത്ത് വെക്കാം, ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിൻ്റെ ഡീപ്പ് കൂളോ കൂളർ മാസ്റ്ററിൻ്റെ ഒക്കെ ഒരു നല്ല കൂളർ എന്തായാലും ഇതിനകത്ത് വെച്ച് കൊടുക്കാം. നല്ലൊരു കാര്യമാണ്, ഇതിന് തണുക്കട്ടെ, വെറുതെ ഇരുന്ന് ചൂടാവണ്ട. അപ്പം നമുക്ക് എന്തായാലും അടുത്തതിനകത്ത് വയ്ക്കുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വൈഫൈ ഒക്കെ ഉള്ള ഒരു കിണ്ണം മദർ ബോർഡാണ്. GB B660 DS3HAX വൈഫൈ എന്ന് പറയുന്ന ഒരു മദർ ബോർഡാണ്. ഇതിനകത്ത് 4 RAM സ്ലോട്ട് വരുന്നുണ്ട്, RGB ഫ്യൂഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് നമ്മൾ RGB ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പല കളറിൽ കത്തുന്നതും അത് എങ്ങനെയൊക്കെ ഏതൊക്കെ കളറിൽ കത്തണമെന്നൊക്കെ ഉള്ളത് ആ ഒരു മദർ ബോർഡ് വെച്ച് നമുക്കങ്ങ് മാറ്റാം. പിന്നെ ഇതിനകത്ത് Gen 4 NVMe സ്ലോട്ടൊക്കെ വരുന്നുണ്ട്, 2 എണ്ണം വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന വൈഫൈ എന്ന് പറയുന്നത് Wi-Fi 6 ആണ്, നല്ലൊരു കാര്യമാണ്. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടുത്തതിനകത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോണ റാം എന്ന് പറയുന്നത് എല്ലാവർക്കും 6GB റാം വേണമെന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ട്. അപ്പോൾ എന്തായാലും വില കുറഞ്ഞ ഒരു 6GB റാം ഉണ്ട്. 7 XPG D60 സ്പെക്ട്രിക്സ് എന്ന് പറയുന്ന 8GB 2 സ്റ്റിക്ക്, മൊത്തം 16GB 3200 MHz സ്പീഡിൽ ഓടുന്ന നല്ലൊരു റാമാണ്. അപ്പം 6GB കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഗിഗാബൈറ്റിൻ്റെ ത്രൂ കൺട്രോളൊക്കെ ചെയ്യാൻ പറ്റും, നല്ല റാമാണ്. പിന്നെ അടുത്തതിനകത്ത് സ്റ്റോറേജിന് നമുക്കൊരു 256GB ക്രൂഷ്യലിൻ്റെ ഒരു NVMe ഇടാം, അത്യാവശ്യം നല്ല സ്പീഡുള്ള ഒരു NVMe ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു 1TB ഹാർഡ് ഡിസ്ക് കൂടെ ഇടാം, അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കിട്ടും. 1TB ഹാർഡ് ഡിസ്ക് മതിയാവും, ഇത് രണ്ടും കൂടെ മതി, രണ്ടും കൂടെ ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ അതിനകത്ത് പവർ സപ്ലൈ എന്ന് പറയുന്നത് ഒരുപാട് വലിയ പവർ സപ്ലൈ ഒന്നും വേണ്ട, ഒരു 550 80+ പ്രോൺസ് പവർ സപ്ലൈ മതി. അടുത്തതിനകത്ത് നമുക്ക് ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ക്യാബിനറ്റ്, അതായത് നമ്മളെ ഗെയിം ഡിയാസിൻ്റെ താലോസ് E2 എലൈറ്റ് എന്ന് പറയുന്ന 3 RGB ഫാൻസിനകത്ത് വരുന്നുണ്ട്, നേരത്തെ തന്നെ അതിനകത്ത് ഇട്ട് വരുന്നുണ്ട്. പിന്നെ ബാക്കിലൂടെ ഒരു RGB അല്ലാത്ത ഫാൻ വരുന്നുണ്ട്. അപ്പോൾ അഡീഷണൽ RGB ഫാന് കാര്യങ്ങളൊന്നും മേടിച്ചിടേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അത്യാവശ്യം നല്ല കാണാനൊക്കെ നല്ല കിടുക്കാച്ചി ലുക്കുള്ള ഒരു യമണ്ടൻ ലുക്കുള്ള ഒരു ക്യാബിനറ്റാണ്. അപ്പോൾ ഇത് മതി. പിന്നെ ഇതിനകത്ത് ഗ്രാഫിക്സ് കാർഡ് നമ്മൾ ഇടാൻ പോകണമെന്ന് പറയുന്നത് ഒരു NVIDIA GTX 1650 4GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. നമുക്ക് ഗെയിം ചെയ്യണോ, സ്ട്രീം ചെയ്യണോ, എഡിറ്റ് ചെയ്യണോ, എല്ലാം നല്ല അടിപൊളിയായിട്ട് ഓടുന്ന ഒരു നല്ലൊരു ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇൻ്റൽ ബിൽഡിൽ നമ്മൾ കാട്ടിക്കൂട്ടേണ്ടത്. എന്തായാലും നമുക്ക് റൈസൻ ബിൽഡിൽ എന്തൊക്കെയാണ് വേണ്ടത് നോക്കണ്ടേ. അപ്പോൾ റൈസൻ ബിൽഡിൽ വലിയ പണിയൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അതായത് ആ മദർ ബോർഡും പ്രൊസസ്സറും മാറ്റുക, അത്രയേ ഉള്ളൂ. ആ പ്രൊസസ്സർ AMDയുടെ റൈസൻ 5 5600X എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറുണ്ട്, അതും 6 കോർ 12 ത്രെഡ് വരുന്ന നല്ലൊരു പ്രൊസസ്സറാണ്. പിന്നെ അടുത്തത് ഇതിനകത്ത് ഉപയോഗിക്കേണ്ട മദർ ബോർഡ് എന്ന് പറയുന്നത് ഒരു B550 MSI Pro VDH വൈഫൈ മദർ ബോർഡാണ്. 4 RAM സ്ലോട്ട് വരുന്നുണ്ട്, NVMe സ്ലോട്ട് വരുന്നുണ്ട്, അത്യാവശ്യം നല്ല വൈഫൈ ആണ് ഇതിനകത്ത് വരുന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ, അത്രയൊക്കെ ഉള്ളൂ. അതാണ് റൈസൻ്റെ കാര്യങ്ങളിൽ വരുന്നത്. ഈ ബാക്കി കാര്യങ്ങൾ, അതായത് RAM, SSD, സ്റ്റോറേജ്, പവർ സപ്ലൈ, ക്യാബിനറ്റ്, ഗ്രാഫിക്സ് കാർഡ്, ബാക്കി എല്ലാം മറ്റേതിൽ എന്തൊരു വെച്ചോ ആ സെയിം സാധനങ്ങൾ തന്നെ എടുത്ത് ഇതിനകത്ത് വയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ റൈസൻ ബിൽഡ് ചെയ്യണമെന്നുള്ളവർക്ക് പ്രൊസസ്സറും മദർ ബോർഡും അങ്ങനെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെയിം നോക്കിയാൽ മതി. ഇൻ്റൽ ചെയ്യണമെന്നുള്ളത് പ്രൊസസ്സർ മദർ ബോർഡൊക്കെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. അടുത്ത നമുക്ക് എന്തായാലും ഇതിനകത്ത് മോണിറ്ററൊക്കെ വേണ്ടേ. അപ്പോൾ മോണിറ്റർ എന്ന് പറയുമ്പോൾ ഏസറിൻ്റെ നൈട്രോ സീരീസിലൊക്കെ വരുന്ന ഒരു നല്ല മോണിറ്ററുണ്ട്, 24 ഇഞ്ചാണ്, 75 Hz റീഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്, 1 മില്ലിസെക്കൻഡാണ് റെസ്പോൺസ് റേറ്റ്, നല്ല കിടുക്കാച്ചി സ്പീഡിലൊക്കെ റെസ്പോൺസ് റേറ്റ് ഉണ്ട്. പിന്നെ ഫ്രീസിംഗ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കൊള്ളാവുന്ന ഒരു 24 ഇഞ്ചിൻ്റെ 10,000 രൂപയ്ക്ക് താഴെ കിട്ടാവുന്ന ഒരു നല്ല മോട്ടറാണ്. VA പാനലാണ് വരുന്നത്, IPS അല്ല. VA പാനൽ എന്ന് പറയുമ്പോൾ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വേറെ കളറാവും, എന്നാലും നേരെ ഇരുന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ലതാണ്, അത്യാവശ്യം നല്ലൊരു മോട്ടറാണ്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അടുത്ത കീബോർഡ് ആൻഡ് മൗസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻറ്റി സ്പോർട്സോ കോസ്മിക് വൈറ്റോ അല്ലെങ്കിൽ സെബ്രോണിക്സോ റെഡ് ഗിയറോ ഇതിൻ്റെയൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നല്ല കീബോർഡുകളൊക്കെ കിട്ടും. പിന്നെ മൗസ് റെഡ് ഗിയറിൻ്റെ A15 എന്ന് പറയുന്ന ഒരു വയേർഡ് മൗസ് ഇപ്പോൾ വന്നിട്ടുണ്ട്, അത്യാവശ്യം വില കുറവാണ്, ആമസോണിൽ നല്ല ഓഫറിന് കിടക്കുകയാണ്. 6400 DPI സ്പീഡൊക്കെ വരുന്ന ഒരു നല്ല കിണ്ണം റെഡ് ഗിയറിൻ്റെ ഒരു അടിപൊളി മൗസാണ്, നിങ്ങൾക്ക് അത് മേടിക്കാവുന്നേ ഉള്ളൂ. പിന്നെ കീബോർഡ് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റലാണോ റൈസാണോ നല്ലതെന്ന് എല്ലാവർക്കും ഒരു സംശയം കാണും. ഞാൻ എന്തായാലും ഇപ്പോഴത്തെ ഈ ബിൽഡ് രണ്ടും കൂടെ എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇൻ്റലാണ് നല്ലത്. കാര്യം ഗെയിമിങ്ങിലും ഗെയിമിങ്ങിലും എഡിറ്റിങ്ങിലും മിക്കതിലും ഈ റൈസിനേക്കാളും നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഈ ഇൻ്റലാണ്. പിന്നെ നിങ്ങൾക്ക് ഭാവിയിൽ പ്രൊസസ്സർ മാറ്റിയൊക്കെ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈസൻ ബിൽഡ് ചെയ്താൽ മതി. ഒരു റൈസൻ 7ൻ്റെ പ്രൊസസ്സറൊക്കെ വേണമെങ്കിൽ അതിനകത്ത് മാറ്റി വയ്ക്കാം, ബോർഡോ ഒന്നും മാറ്റണ്ട. ഒരു റൈസൻ 7 5800
എക്സോ Ryzen 7 5700 എക്സോ പ്രോസസ്സർ വേണമെങ്കിൽ വെക്കാം. അപ്പോഴത്തേക്ക് നല്ല പൊളപ്പനായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു PC ആണെന്ന് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ Intel 12400F വെച്ച് ബിൽഡ് ചെയ്യുന്ന നല്ല കാര്യമാണ്. പക്ഷേ നമുക്ക് പ്രോസസ്സർ ഭാവിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പാടായിരിക്കും. കാര്യം ബോർഡ് മാറ്റേണ്ടി വരും. അത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു 75,000 രൂപയ്ക്ക് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. 70 തൊട്ട് 75,000 ആ ഒരു ബഡ്ജറ്റിൽ വരുന്ന PC. ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ 70 നിൽക്കും, ചിലപ്പോൾ 75,000 നിൽക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വാങ്ങിക്കാനുള്ളവരൊക്കെ വാങ്ങിക്കുക. അപ്പോൾ നമ്മളെ പ്രോസസ്സറിൻ്റെയൊക്കെ വിലയൊക്കെ ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട്. നേരത്തെ ഏകദേശം 14,000 രൂപയ്ക്ക് കിടന്ന സാധനമൊക്കെ ഇപ്പോൾ 16,000 ആയിട്ടുണ്ട്. നമ്മളുടെ രൂപയുടെ വില നല്ല രീതിക്ക് കുറഞ്ഞുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്. അപ്പം കുറച്ച് പാർട്സിൻ്റെയൊക്കെ വില അങ്ങനെ വ്യത്യാസം വരും നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ എന്തായാലും പോവുകയാണ്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരത്തേക്ക് ടാറ്റ.